ഹലോ നമസ്കാരം. നമ്മുടെ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ചർച്ചയായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുധിയുടെ സുഹൃത്താണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു കാര്യം പറയണ്ടായി. അതായത് നമ്മുടെ രേണു ചെറുതായിട്ടൊന്ന് തൂങ്ങിയെന്ന്. എന്താ ചെറുതായിട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേ. കാരണം ആ ഒരു തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും രേണുവിന്റെ സഹോദരിയുടെ ഭർത്താവ് വന്നിട്ട് അവളെ രക്ഷിച്ചു എന്നാണ് പറയുന്നത് ആ ഒരു സുഹൃത്ത്. ഇങ്ങനെ രേണു തൂങ്ങാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചു സുധിയാണ് എന്നുകൂടി ആ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്. പിന്നെ കിച്ചുവിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നതിൽ അവിടെ. സത്യത്തിൽ കിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് രേണു സുധി തൂങ്ങിയതെങ്കിൽ അതെനിക്കൊരു നാടകമായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ കേട്ടോ. കാരണം അങ്ങനെ ചെറിയൊരു വാക്കിന്റെ പേരിൽ തൂങ്ങുന്ന ആളായിരുന്നു എങ്കിൽ ഇത്രയും വർഷം ആ ഒരു രേണു ഇങ്ങനെ പിടിച്ചു നിൽക്കത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിലും വലിയ പ്രശ്നങ്ങളെ രേണു ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതുമാണ്. പക്ഷെ ഇവിടെ രേണു ഇങ്ങനെ കാണിച്ചു എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്ന് അറിയത്തില്ല. കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കിച്ചുവിന്റെ ലൈഫ് തകർക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ ഈ രേണു ചെയ്തതുപോലെ ചെയ്യേണ്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു കിച്ചു ആയിരിക്കും. കാരണം കിച്ചുവിനെയാണല്ലോ രേണു ശരിക്കും പറഞ്ഞാൽ തകർക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം വെല്ലുവിളിക്കുമല്ലേ രേണു ചെയ്തത്. കാരണം എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന പല കാര്യങ്ങളുണ്ട് കിച്ചു, നീ അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, നിന്റെ ലൈഫ് പോലും സ്പോയിലാകും എന്ന രീതിക്കാണ് രേണു സംസാരിച്ചത്. ചിലപ്പോൾ രേണു അതൊക്കെ പുറത്ത് വിടും എന്ന് കരുതിയിട്ട് കിച്ചു ചിലപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു റീസൺ ആണെന്നെങ്കിലും പറയാം. പക്ഷെ ഇവിടെ രേണു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കിച്ചുവിനെ പറ്റിയിട്ട് ഒരുപാട് ഒരുപാട് മോശം കാര്യങ്ങളാണ് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നുള്ളത്. അതുപോലെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ രേണുവിനെതിരായിട്ടും സംസാരിക്കുന്നുണ്ട്. ഇവിടെ രേണുവിന്റെ സുഹൃത്ത് വ്യക്തമായിട്ട് പറയുന്ന നമ്മുടെ കിച്ചുവിനെ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പാടില്ല, ഇതുപോലൊരു വൃത്തികെട്ടവൻ ഈ ലോകത്തുണ്ടാവില്ല, സുധിയുടെ മാനം കളയാനായിട്ട് ജനിച്ചവനാണ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അത് കേട്ടപ്പോൾ സങ്കടം തോന്നി കേട്ടോ. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു മകനാണ് നമ്മുടെ കിച്ചു എന്ന് പറയുന്നത്. അച്ഛൻ്റെ സ്നേഹം ആവോളം കിട്ടിയിട്ട് അവസാനം അത് പൂർണ്ണമായി അനുഭവിക്കാൻ യോഗമില്ലാതായി പോയ കുട്ടിയാണത്. അതുപോലെ തന്നെ അമ്മയുടെ ഒരു സ്നേഹം എന്താണെന്ന് ആ കുട്ടി അറിഞ്ഞതുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൻ്റെ ഭാഗത്ത് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അന്നേരമൊക്കെ എൻ്റെ മൂത്ത മകനാണ് കിച്ചു, എൻ്റെ മൂത്ത മകനാണ് കിച്ചു എന്ന് പറഞ്ഞ രേണു സുധി ഇപ്പോഴെങ്ങനെയാണ് എൻ്റെ ഒരേ ഒരു മകൻ ഋതപ്പനാണ് എന്ന് മാത്രം എന്ന രീതിയിൽ സംസാരിച്ചത്. അത് ആ കിച്ചു സത്യം പറഞ്ഞാൽ അമ്മേനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രമാത്രം ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മുടെ കിച്ചു ഇത്രയും മോശമായ സ്വഭാവക്കാരനാണ് എങ്കിൽ കിച്ചു ഇപ്പോഴും നിൽക്കുന്നത് അവൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്. അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് അവൻ നല്ല സ്വരച്ചിരിച്ചിലൂടെയാണ് പോകുന്നത്. അവൻ്റെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്നതുമാണ്. കിച്ചു റോങ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരത് പ്രതികരിക്കുമല്ലോ. അവനെക്കുറിച്ച് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഹേറ്റായിട്ട് പറയുന്നതല്ലാതെ മറ്റാരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുമില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ.